സംഘപരിവാർ നടപ്പിലാക്കുന്ന ബുൾഡോസർ രാജിന്റെ ദക്ഷിണേന്ത്യൻ പതിപ്പാണ് കർണാടകയിൽ കാണുന്നത്. ഇതാണ് കർണാടക മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കുമെതിരെ അവിടെ ചില മുസ്ലിം വിഭാഗങ്ങൾ താമസിക്കുന്ന ചില സ്ഥലങ്ങളിൽ കുടിയൊഴിപ്പിക്കൽ നടക്കുന്നു. ബുൾഡോസർ വച്ച് എല്ലാം ഇടിച്ചു നിരത്തുന്നു. അപ്പൊ യു പിയിൽ യോഗി ചെയ്തതിന്റെ മറ്റൊരു പതിപ്പാണ് കർണാടകയിൽ പിന്നെ കോൺഗ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിദ്ധരാമയ്യയുടെ സർക്കാർ ചെയ്യുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അപ്പൊ ഇതിന് തക്ക മറുപടി DK ശിവകുമാർ കൊടുത്തു. അതായത് യോഗിയെ പറയുമ്പോൾ അവരിത് കേട്ട ഭാവം പോലും കാണിക്കില്ല, അങ്ങ് വിടും. പക്ഷേ DKയുടെ അടുത്ത് കയറാൻ പോയപ്പോൾ DK വലിച്ചു കയറി വിട്ടിട്ട് പറഞ്ഞു, കളി ഇവിടെ വേണ്ട, അങ്ങ് കേരളത്തിൽ അന്തം കമ്മികളോട് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോടും മതി, ഇങ്ങോട്ട് കളിക്കാൻ വന്ന ഞങ്ങൾ വെച്ചെങ്കിലും ഗീർമാണമൊക്കെ ഇങ്ങോട്ട് വിടണ്ട, അന്ന് കേരളത്തെ വിട്ടാൽ ഇവിടെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്താണ് ഇവിടെ നടപ്പിലാക്കേണ്ടതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവിടെ പാവങ്ങളെ പറ്റിക്കുന്ന വെച്ചോട്ട് അവിടെ ഇരുന്ന് അത് ഇങ്ങോട്ട് വരണ്ട, അത് പിണറായി അതോടുകൂടി തീർന്നെന്നാണ് കേൾക്കുന്നത്. ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ വരെ പേടിയെന്നാണ് കേൾക്കുന്നത്. ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ പേടിയാണ്. അല്ലേലും പണ്ടേ പേടിയാണല്ലോ. അങ്ങനെയാണല്ലോ 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫോട്ടോയും പേടിയായിരിക്കും. പത്രത്തിൽ ഫോട്ടോ വരുന്നതിന്, പത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വന്നതിന് ഒരു സുബ്രഹ്മണി. അതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ ഈ സുബ്രഹ്മണി തന്നെയാണ് നമ്മുടെ മണി, യഥാർത്ഥ മണിയുണ്ടല്ലോ, മണി അവിടുന്ന് ശബരിമലയിൽ നിന്ന് ഈ കൊള്ള നടത്തിയതിൻ്റെ ആസൂത്രണങ്ങളും കടൽ കടത്തും അവിടുത്തെ കള്ളക്കടത്ത് കള്ളക്കടത്ത് നടത്തിയത്, മോഷണമല്ല കള്ളക്കടത്ത് നടത്തിയ ആളാണ് ഈ മണി എന്ന് പറയുന്ന അധോലോക നായകൻ. ദിണ്ടിഗൽ പോലീസ് ഒക്കെ അയാൾക്ക് സപ്പോർട്ടാണ്, തമിഴ്നാട് പോലീസിന് സപ്പോർട്ടാണ്, അത്ര സ്വാധീനമുള്ള ആളാണ് ആ മണി. ആ മണിയുടെ പേരുള്ള ഒരാളിവിടെ സുബ്രഹ്മണി. ആ സുബ്രഹ്മണിയെ പിടിച്ച്, അയാളുടെ പേര് യഥാർത്ഥ പേര് സുബ്രഹ്മണ്യം, അത് പറയാൻ വേണ്ടി ആ പേരുള്ള ഒരാൾ ഗ്രഹപ്പഴയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോ പലരും ഷെയർ ചെയ്ത, പല പത്രങ്ങളിലും വന്ന ഈ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ആ പാവത്താനെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് കാര്യത്തിന്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിൽക്കുന്നു. അത് വർഗീയ കലാപത്തിനിടയാക്കും. ഇത് വർഗീയ കലാപമല്ല, മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് വരും. അതെന്നിട്ട് വ്യാജമാണോ? വ്യാജ നിർമ്മിതിയല്ല, അതൊരു വീഡിയോയിൽ നിന്ന് ഈ പാവം മനുഷ്യനെടുത്ത് സ്റ്റില്ലാക്കി എടുത്തിട്ടതാണ്. എല്ലാവരും ഇടുന്ന, എന്നാൽ പിന്നെ ഞാനും ഇട്ടേക്കാം, എല്ലാവരും പൊങ്കാല ഇടുന്ന ഞാനും ഇട്ടേക്കാം എന്ന് പറയുന്ന പോലെ അയാളൊന്നും ഇട്ട് പോയപ്പോൾ അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. വർഗീയ കലാപം ഉണ്ടാക്കുമെന്നും പറഞ്ഞ് ഇതെന്തിനാണെന്നറിയാമോ? വെരുട്ടിയതാണ്. കാരണം ഇനി ഫോട്ടോ ഇട്ടാൽ ഞാൻ പിടിച്ച് അറസ്റ്റ് ചെയ്യും. ഇങ്ങനെ വെരുട്ടുന്നത് ഏത് സമയത്താണ് എന്നറിയാമോ? ഭരണാധികാരികൾ അവർക്ക് പേടിയുണ്ടാകുമ്പോൾ, അവർക്ക് ഭീതി ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന കൃത്യമാണ് എല്ലാവരെയും പിടിച്ച് തടവിലിടുക. ഇന്ദിരാഗാന്ധി അത് തന്നെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തത്. മനസ്സിലായി? അപ്പോൾ ഭരണകൂടത്തെ പേടി ബാധിച്ചിരിക്കുന്നു, ഭയം ബാധിച്ചിരിക്കുന്നു എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഭയം വരുന്നത് എപ്പോഴാണ്? ആ കള്ളത്തിൽ അവർക്കും കൂടി പങ്കുണ്ടെന്ന് വരുമ്പോഴാണ്. ഇപ്പോൾ അതായത് കടകംപള്ളി സുരേന്ദ്രൻ എന്നെ കള്ള എന്ന് വിളിക്കരുതെന്നും പറഞ്ഞ് കോടതി ചെന്ന് അപേക്ഷ കൊടുത്തതാണ്. കടകംപള്ളി സുരേന്ദ്രൻ നമ്മുടെ പോറ്റിയോടുകൂടി ഇടയ്ക്ക് ഒരു ഇടനിലക്കാരനുമായിട്ട് നിൽക്കുന്ന ചിത്രം ഇന്നൊരു പത്രം ചെയ്തിട്ടുണ്ട്. ഈ കള്ളങ്ങളൊന്നും മൂടി വെക്കാൻ പറ്റില്ല, തന്നെ പുറത്തു വരും. അത് തന്നെയാണ് ഇവിടെ വേറൊരു കാര്യം ചോദിച്ചാൽ, ഇങ്ങനെയുള്ള, ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള അറസ്റ്റ്, പേടി കൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന പരിപാടിയല്ലല്ലോ കർണാടക ഗവൺമെൻറ് കാണിച്ചത്. ബുൾഡോസർ ആവശ്യമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തേണ്ടി വരും, അതവർ ചെയ്യുന്നു. പണ്ട് സഞ്ജയ് ഗാന്ധി തുർക്കിമാൻ ഗേറ്റിലും ഇത് തന്നെ ചെയ്തു. യോഗി ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കുഴപ്പം. ഇപ്പം മനസ്സിലായി. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ തമ്മിൽ ഇതിൻ്റെ പേരിൽ അടിയിട്ടല്ലോ. അപ്പോൾ യോഗി മാത്രമല്ലല്ലോ ഇത് ചെയ്യുന്നത്. ബുൾഡോസർ വേണ്ടിടത്ത് ബുൾഡോസർ വേണം. അത് കൊടുക്കാതിരുന്നതിൻ്റെ ഫലമാണ് ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുന്നത്. ബുൾഡോസർ കൊണ്ട് നേരിടേണ്ടതിന് പകരം അവരുമായിട്ട് ഐക്യത്തിൽ പോകാം, സമാധാനത്തിൽ പോകാം എന്ന് വിചാരിച്ചിരുന്നതിൻ്റെ ഫലമാണിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അഭയാർത്ഥികളെല്ലാം കൂടി അങ്ങ് നമ്മുടെ രാജ്യത്തിൻ്റെ അങ്ങ് വലയം ചെയ്തിരിക്കുകയാണ്. കടന്നു വന്നവരെല്ലാം കൂടി ഇവിടെ പൗരന്മാരാണ്, മറ്റേതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെമോഗ്രഫിയെ വമ്പിച്ച തോതിൽ ബാധിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട വിഭവങ്ങളെല്ലാം അവർ കവർന്നെടുക്കുകയാണ്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിഭവങ്ങളെല്ലാം ഇവരടിച്ചു കൊണ്ടുപോകുന്നു. അവരുടെ വോട്ട്, അവരുടെ അവകാശം, അവരുടെ അധികാരം, ഭരണഘടനയൊക്കെ ആർക്ക് വേണ്ടി നിർമ്മിച്ചതാണോ അതിൻ്റെ സൗജന്യങ്ങൾ മുഴുവൻ കിട്ടിക്കൊണ്ട് അവരിയ്ക്കുകയാണ്. എന്നിട്ട് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുകയാണ്, അവരെ അഡ്രസ്സ് ചെയ്യുകയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി. രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങേർക്ക് ഓരോ കലാപം വേണം.
ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയെന്നും പറഞ്ഞ് അടുത്ത കലാപം ജനുവരി 5 മുതൽ രാജ്യമാകെ ആരംഭിക്കുകയാണ്. ഇതങ്ങ് ഇളകും. ഈ വന്നിരിക്കുന്ന ആൾക്കാർ, രാജ്യത്തോട് കൂറില്ലാത്ത ആൾക്കാരെ, ജനുവരി കഴിഞ്ഞാൽ പിന്നെ മാർച്ചിൽ ഏപ്രിൽ അടുത്ത തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വരുന്നു. 26 പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരെ 10 തെറി പറയാനും മോദിയുടെ അമ്മയെ കൂടി തെറി പറയിക്കാനും കലാപം ഉണ്ടാക്കും. ഈ വിഡ്ഢി വിചാരിച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ നേപ്പാളിലെ പോലെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ പോലെ ഒരു കലാപം ഇന്ത്യയിലുണ്ടായി മോദിക്കെതിരെ ജനങ്ങൾ തിരിയുമെന്നാണ് വിചാരിക്കുന്നത്. ജർമ്മനി പോയി പറഞ്ഞില്ലേ, ജർമ്മനി ചൈന നല്ലപോലെ വളരുന്നു, ഇന്ത്യ വളരെ ശുഷ്കമാണ് എന്ന് പറഞ്ഞ അത്ര പമ്പര വിഡ്ഢിയാണ് അദ്ദേഹം. അവിടെ ഈ നമ്മുടെ സ്വർണ്ണമെല്ലാം എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ഇറ്റലിയിലേക്കാണ് പോയിരിക്കുന്നതെന്നാ തൊടുത്തു വിട്ടതാണ്. എനിക്ക് തോന്നുന്നു ഒരു ചാട്ടുളി തൊടുത്തു വിട്ടതാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടി 2 പേരും ഇവിടെ ഉണ്ട്. ഒന്ന് വി ഡി സതീശനും മറ്റേത് കെ സി വേണുഗോപാലും കൂടെ വന്നിരിക്കുക. അപ്പോൾ തനിക്ക് എന്തായാലും ചാൻസ് ഇല്ല. എന്നാൽ നമുക്ക് ഈ പണിയാൻ കൊടുത്ത അല്ലത് തിരിക്ക് കത്തി തീ പിടിച്ചിരിക്കുക. അത് എന്ന് പോകുന്ന ഇറ്റലിയിലെ ഗണപതി ഷോപ്പ് എന്നും പറഞ്ഞൊരു ഷോപ്പുണ്ട്. ആൻറ്റിക് സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിലായിരിക്കും ചെന്ന് പൂത്തിരിയായിട്ട് കത്തി തീരുന്നത്. മനസ്സിലായോ? അങ്ങോട്ട് പോയിരിക്കുക. സോണിയാഗാന്ധി കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. സോണിയാഗാന്ധിയുടെ മുമ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് പരിചയപ്പെടുത്തിയ ആൻ്റണി ഒരക്ഷരം മിണ്ടുന്നില്ല. കൂടെ പോയി അതിൽ പെട്ടുപോയി. ഞാൻ പെട്ടുപോയ അനിയെന്നാണ് അപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇവൻ ഇമാതിരി ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇവൻ്റെ കൂടെ പോയി നിൽക്കുകയില്ലായിരുന്നു. നാശം പിടിക്കാനായിട്ട് ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരിക്കുന്ന ആരാ? ആൻ്റണി ആരാ? പത്തനംതിട്ടയിലെ MP. പത്തനംതിട്ട MP-യുടെ പ്രത്യേകത എന്താ? ശബരിമലയ്ക്ക് അടുത്തുള്ള MP-യാണ്, ഏറ്റവും അടുത്ത MP-യാണ്. അപ്പോൾ ശബരിമലയിലെ ദിവ്യനാണ്. കണ്ടോ, ഇദ്ദേഹം കയ്യിൽ ഒരു ചരട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെച്ചടി കയറ്റം. ആ മകൻ പ്രധാനമന്ത്രിയാകും, മരുമകള് മറ്റേതാകും, ഇതാകും. കുടുംബത്തിലല്ലോ മരുമകള് മരുമകളല്ല മറ്റേത് മരുമകന് വെച്ചടി റിയൽ എസ്റ്റേറ്റ് അടിച്ചടി കയറും, കോടീശ്വരനായിട്ട് തീരുമെന്നൊക്കെ പറഞ്ഞു. ഗ്രഹപ്പഴയ്ക്ക് കയ്യിലെടുത്ത് കെട്ടി. ഇനിയിപ്പോൾ കയ്യെ വിലങ്ങ് വീഴാൻ പോവുക, ചരട് കെട്ടിയ കയ്യെ വിലങ്ങ് വീഴാൻ പോകുന്ന ലക്ഷണത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം എന്താണെന്നറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപാട് പേരുമായിട്ട് വിദേശ സഞ്ചാരം നടത്തി. വിദേശ സഞ്ചാരം എന്ന് പറഞ്ഞാൽ ഈ പുരാവസ്തുക്കൾക്ക് വലിയ ഡിമാൻഡുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറ്റലി. അവിടെ ഈ സോണിയാഗാന്ധിയുടെ അനിയത്തിയുടെ ഷോപ്പിൽ വിൽക്കുന്നതെല്ലാം എന്താണെന്നറിയാമോ? പഞ്ചലോക വിഗ്രഹങ്ങൾ, നമ്മുടെ ദൈവങ്ങളാണ്. ഗണപതി, ശാസ്താവ്, ശിവൻ, കൃഷ്ണൻ എല്ലാം ഉണ്ട് അവിടെ. സർവ്വതുമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് പോയി എന്ന് നമ്മളത് പറയുന്നില്ല. പക്ഷേ സംശയിക്കുന്നതിൽ നമുക്ക് ഒരു ന്യായമായിട്ട് നമുക്ക് സംശയിക്കാൻ പറ്റും. നമ്മൾ സംശയിക്കണം. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഇക്കാര്യത്തിൽ. പണമാണ്, അതുപോലെ കോടിക്കണക്കിന് രൂപയുടെ പണമാണ്. കോടിക്കണക്കിന് രൂപയുടെ ലിറ, ഇറ്റാലിയൻ നാണയമാകുമ്പോൾ ലിറ എന്ന് പറയണം. കോടിക്കണക്കിന് ലിറയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് പങ്കാളികളായിട്ടുള്ളവരെ മുഴുവൻ കൊണ്ടുവരണം. അങ്ങനെ ബുൾഡോസർ അല്ല ഇപ്പോൾ പ്രശ്നം. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് സ്വർണത്തിൽ നിന്നും പുരാവസ്തുവിൽ നിന്നും പഞ്ചലോക വിഗ്രഹങ്ങളിൽ നിന്നും ശബരിമല ശാസ്താവിൻ്റെ വിഗ്രഹത്തിൽ നിന്നും അതിന് വന്നിട്ടുള്ള ഭ്രംശത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് കർണാടകത്തിലേക്ക് തിരിച്ചുവിട്ടത്. കാരണം പ്രക്ഷോഭത്തിൻ്റെ ഒരു ഭാഗം നടത്തുന്നത് കോൺഗ്രസ് ആണല്ലോ. വി ഡി സതീശൻ പറഞ്ഞല്ലോ, ക്ലിഫ് ഹൗസിൽ നിന്ന് 2 IPSകാരെ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. അതിനെ എതിർക്കാൻ വേണ്ടിയാണ് ഈ കർണാടകത്തിനെ നേരിട്ട് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ മറുപടി ചൊവ്വേ നേരെ DK ശിവകുമാർ, ഒന്നും ഭയക്കണ്ട, അടുത്ത മുഖ്യമന്ത്രിയാണ്. ജനുവരിയിൽ, അടുത്ത വർഷമെന്ന് പറഞ്ഞാൽ 4-5 ദിവസം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ആ ഏർപ്പാടൊന്നും ഇങ്ങോട്ട് വേണ്ട, പിന്നെ നിങ്ങളുടെ സഹായവും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സ്റ്റാലിനെ പോലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാല് പിടിക്കുന്ന ആളൊന്നും അല്ല DK. അന്തസ്സായിട്ട് പറഞ്ഞു. പിന്നെ ഇനി മിണ്ടാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ കേസ് അതിൻ്റെ വഴിക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രക്ഷപ്പെടാൻ പഴുതില്ലാത്ത വിധം പഴുതടച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇനി പോകേണ്ടി വരും. അത് CBI നടത്തിക്കും.